എക്കോലൈഫ് സൊല്യൂഷൻസിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA ടി.വി. ഇബ്രാഹിം സാഹിബ് നിർവഹിച്ചിരുന്നു. എൻ്റെ കടമ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തരായിട്ട് സ്വാഗതം ചെയ്യാനുള്ളതാണ്. ആദ്യമായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട MLA മിസ്റ്റർ ടി.വി. ഇബ്രാഹിം സാഹിബിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ക്ഷണവോട് സ്വീകരിച്ചോടെ എത്തിയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് KK മുഹമ്മദ് മാസ്റ്റർ അവരുടെയും ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ നാട്ടുകാരോടും സുഹൃത്തുക്കളോടും കച്ചവടക്കാരോടും എൻ്റെ ബന്ധുക്കളെയും അടുത്തതായി ഞങ്ങളുടെ ഗ്രീൻ സോളാർ കമ്പനിയുടെ നമ്മുടെ നല്ലൊരു പ്രോജക്റ്റിന് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. സംരംഭകർ എന്നെ ക്ഷണിച്ചതും ഇതിൻ്റെ പാർട്ട്നേഴ്സുമായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മഹത്തായ സ്ഥാപനം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സമ്പന്നമാകട്ടെ, ഐശ്വര്യമാകട്ടെ, സന്തോഷമാകട്ടെ, കാര്യത്തിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മുനീർ ആമയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KK മുഹമ്മദ് മാഷുണ്ട്, പഞ്ചായത്ത് മെമ്പർ അഹമ്മദ് മാഷുണ്ട്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുനീർ ആമയൂർ അടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും നിറഞ്ഞ സന്തോഷത്തിലാണ്. ഒരിക്കൽ ഇതുപോലെയുള്ള സ്ഥാപനം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സ്പേസ് ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് സോളാർ സർവീസസ് എന്ന് പറയുന്നത് പുതിയ കാലത്തിന് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. നമ്മുടെ പവർ പ്രോബ്ലം, സ്കേഴ്സിറ്റി ഓഫ് പവേഴ്സ് നമ്മുടെ നാടിന് അങ്ങേയറ്റം രൂക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സോളാർ സർവീസുമായി ഇതുപോലത്തെ ഒരുപാട് സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ കുടിക്കൽ പ്രദേശത്തിന് ഇവിടെയുള്ള പരിസര പ്രദേശങ്ങൾക്കും ഇവിടെ നാട്ടുകാർക്കുമൊക്കെ ഈ സോളാർ സർവീസ് ഏറ്റവും നന്നായി ഇവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് അവർക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ വാട്ടർ പ്യൂരിഫയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവീസസും അതിൻ്റെ പ്യൂരിഫയേഴ്സിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും നല്ലൊരു സംരംഭമായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളൊക്കെ സംസാരിക്കാനാണ് എനിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ 10:30 മണിക്ക് മറ്റു പരിപാടികൾ കൂടി പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഇവിടെ 10:30 മണിന്നല്ല, അവിടെ 15 മിനിറ്റ് വൈകിയാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ 11 മണിക്ക് കൊണ്ടുപോയിട്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഒരു ഉദ്ഘാടന കർമ്മം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർവഹിച്ചതായിട്ട് ദൈവനാമത്തിൽ നിർവഹിച്ചത് അറിയിക്കുന്നു. ഞങ്ങളുടെ ആദ്യ കസ്റ്റമർ മിസ്റ്റർ സമദ്വായി ഞാനും തമ്മിൽ സൗദി അറേബ്യയിൽ 15 വർഷം ജോലി ചെയ്ത ആളാണ്. അവരുടെ പുളിക്കൽ തന്നെയാണ്, പുളിക്കലിലെ അരൂർ എന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഞാൻ മുപ്പതിന് ഇപ്പോൾ 2 ദിവസം ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ കണ്ടപ്പോഴാണ് വീണ്ടും കാണുന്നത് 15 വർഷത്തിന് ശേഷം. അപ്പോൾ അന്നാണ് ഞാൻ ഞങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ മൂപ്പരെ ഞാൻ ഈ ഫസ്റ്റ് കസ്റ്റമർ ഹോണറിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു പാരിതോഷികവും കൊടുക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട MLA ക്ഷണിക്കുന്നു. കൂടാതെ സമുദായം അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് ക്ഷണിക്കണം. മറ്റുള്ള പരിപാടിയിൽ പങ്കെടുക്കാവുന്നതുകൊണ്ട് ആശംസാ പ്രസംഗത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എൻ്റെ സഹോദരൻ ബോർഡ് ഓഫ് ഇതിൻ്റെ ഡയറക്ടർമാർ, നാട്ടുകാർ, സുഹൃത്തുക്കൾ, പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ സംരംഭമാണ് ഇവിടെ തുടങ്ങിയത്. ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന സമയമാണ്, പ്രത്യേകിച്ചും ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസം കറണ്ട് പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സംരംഭം ഏവർക്കും ഗുണം ചെയ്യും. അത് പരമാവധി വീടുകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ സബ്സിഡിയും സൗകര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാവിധ സഹായസഹകരണം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളുടെ ആവശ്യമാണ്. ഇതിനെല്ലാവിധ ഭാവനകളും ആശംസകൾ അറിയിച്ചു.
പ്രിയപ്പെട്ട അനിൽ സാർ, ഗ്രീൻ സോളാറിൻ്റെ ഡയറക്ടേഴ്സ്, നല്ലവരായ എൻ്റെ നാട്ടുകാർ, ഗ്രീൻ സോളാറെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 14ാമത് ബ്രാഞ്ചാണ് മഹേന്ദ്ര നമ്മുടെ പുളിക്കിൽ നിന്ന് ഇവിടെ ഔപചാരികമായി പ്രിയപ്പെട്ട വലിയ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഞങ്ങൾ ഗ്രീൻ എനർജി ആൻഡ് പ്യുവർ വാട്ടർ എന്ന ഒരു ക്യാപ്സലിലാണ് കേരളത്തിലുടനീളം ഇതുപോലെയുള്ള ഷോപ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയുന്ന സോളാർ എന്ന് പറയുന്നത് ഇന്ന് ലോകം സോളാറിൻ്റെ പിന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രീൻ എനർജി ലോകമെമ്പാടും ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഗ്രീൻ സോളാർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു നേട്ടം. 2 പദ്ധതികളാണ് ഇതിന് കീഴിലുള്ളത്. ഒന്ന് സോളാറും, ഒന്ന് പ്യുവർ വാട്ടറും. നമുക്കറിയാം ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങളുടെ യുഗമാണ്. അത് 2030 ആകുമ്പോഴേക്ക് ഇപ്പോൾ എത്രയാണുള്ളത് അതിൻ്റെ 10 മടങ്ങ് വർദ്ധിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കാലത്ത് സമ്പന്നരായ ആളുകളുടെ മാത്രം ഒരു സിമ്പലായിരുന്നു സോളാറെങ്കിൽ ഇന്ന് സാധാരണക്കാരായ ഒരു ഓട്ടോ തൊഴിലാളി വരുമ്പോഴും അവൻ്റെ വാഹനം ഇലക്ട്രിക്കിലേക്ക് മാറുകയും അതിൻ്റെ കൂടെ സോളാർ കൂടി ഫിറ്റ് ചെയ്യുന്ന ഒരു ഏറ്റവും നല്ലൊരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. മാത്രമല്ല ഇന്നലെ നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ടാകും, ദുബായ് പോലെയുള്ള ലോകരാഷ്ട്രങ്ങൾ മൊത്തം സോളാർ എനർജിയിലേക്കും അതിനുള്ള സംവിധാനങ്ങളിലും മാറുമ്പോൾ ഏകദേശം അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല ഇന്ന് 14ാമത്തെ ഫ്രാഞ്ചൈസി, അതോടൊപ്പം ഞങ്ങൾ 1 നിന്ന് തുടങ്ങി ഇന്ന് ഏകദേശം 100ഓളം സ്റ്റാഫുള്ള ഒരു കമ്പനിയായിട്ട് നമുക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നാട്ടുകാർ ഇതൊക്കെ പിന്തുണ കൊണ്ടാണ് ഇത്രയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല കഴിഞ്ഞ വർഷത്തിൽ 2024 അവസാനിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കേരളത്തിലെ സോളാർ സെയിലിനുള്ള ഏറ്റവും വലിയ അവാർഡ് ബോംബെയിൽ വെച്ച് വാങ്ങാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് 4000ഓളം പ്രൊജക്റ്റുകളും 10,000ഓളം കസ്റ്റമറുമായിട്ട് ഏറ്റവും വലിയ പ്രൊജക്റ്റുകൾ മുതൽ ഏറ്റവും ചെറിയ പ്രൊജക്റ്റ് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കത് തൊട്ടടുത്ത് നമ്മുടെ ശ്യാമതൻ ഡയാലിസിസ് സെൻ്റർ 4 വർഷങ്ങൾക്ക് മുമ്പ് ആ പദ്ധതി ഏറ്റെടുത്തപ്പോൾ 100 കിലോവാട്ട് സോളാർ പ്ലാന്റ് ചെയ്ത കമ്പനികൾ വളരെ കുറവായിരുന്നു കേരളത്തിൽ. അന്ന് അതിൻ്റെ പ്രിയപ്പെട്ട ജബ്ബാർ ഹാജി നിങ്ങൾ ഒരു കൊട്ടേഷൻ തരുമെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ കൊട്ടേഷൻ കൊടുത്തു, വർക്ക് അവാർഡായി. ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ വളരെ ഭംഗിയായിട്ട് ആ 100 കിലോവാട്ടിൻ്റെ പ്രൊജക്റ്റ് പൂർത്തിയാക്കി. അവിടെ നിന്ന് തുടങ്ങിയ വലിയ പ്രൊജക്റ്റുകളുടെ ഒരു പൂർത്തീകരണം ഇന്ന് നിംസ് ഹോസ്പിറ്റൽ 220 കിലോവാട്ട് പൂർത്തീകരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. വലുതും ചെറുതുമായ മെഗാവാട്ടുകൾ പ്രൊജക്റ്റും അതിൻ്റെ എൻക്വയറിയായിട്ട് വലിയൊരു നില തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. മാത്രം അതോടൊപ്പം സോളാറിനെ പോലെ തന്നെ മുഖ്യമായിട്ട് വളരെ പ്രധാനമായിട്ട് ഇന്ന് കേരളം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിന് ആവശ്യമായ ബിസിനസ്സാണ് ശുദ്ധമായ കുടിവെള്ളം എന്നുള്ളത്. ശുദ്ധമായ കുടിവെള്ളം വെള്ളം ഇഷ്ടംപോലെയുണ്ട്, പക്ഷേ കുടിവെള്ള സ്രോതസ്സുകളും ശുദ്ധജലത്തിൻ്റെ ലഭ്യതയും വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ നമുക്ക് ആ മേഖലയിൽ കൂടെ ഞങ്ങൾ കൈവച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഏറ്റവും ശുദ്ധജലം നമ്മുടെ വീട്ടിൽ എന്താണോ വെള്ളം കിട്ടുന്നത് ആ വെള്ളത്തെ എത്ര മോശം വെള്ളമാണെങ്കിലും അതിനെ നല്ല കുടിവെള്ളമാക്കാൻ പറ്റുന്ന നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അതിനെ ഏറ്റവും നല്ല കുടിവെള്ളമാക്കി മാറ്റുക എന്നൊരു ധർമ്മമാണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട്ടിൽ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കോളറയൊക്കെ പടർന്നു പിരിക്കുന്ന ഈ സമയത്ത് ഓരോരോ വീട്ടിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു ഫിൽറ്ററെങ്കിലും അടുക്കളയിൽ ഉണ്ടായതിലൂടെ കുടിക്കുന്ന വെള്ളമെങ്കിലും നമുക്ക് ശുദ്ധമാണെന്ന് ഉറപ്പിക്കാൻ കഴിയും. 100% കുടിക്കുന്ന വെള്ളത്തെ ശുദ്ധമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. മാത്രമല്ല കുഴൽക്കിണറിൻ്റെ എണ്ണം കൂടി വരികയാണ്. നമുക്കറിയാം ബാത്റൂമും മറ്റുള്ളതൊക്കെ കുഴൽക്കിണറിൻ്റെ വെള്ളത്തിലെ അയൺ കണ്ടന്റിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് വളരെ ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട് ബാത്റൂമും അതുപോലെ നമ്മുടെ മറ്റൊക്കെ നമ്മുടെ വിലപിടിപ്പുള്ള സാമൂഹിക സാമഗ്രികളൊക്കെ കേടുവരിക. മാത്രമല്ല കുളിക്കുന്ന വെള്ളത്തിൽ മുടിക്ക് പ്രശ്നമില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ വാട്ടർ പ്യൂരിഫൈ നല്ലൊരു വാട്ടർ ഫിൽറ്റർ വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും. പലപ്പോഴും നമ്മുടെ പരമ്പരാഗത രീതി എന്ന് പറയുന്നത് വെള്ളം നല്ല വെള്ളം അല്ലെങ്കിൽ അടുത്തൊരു കിണർ കുത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അതിലേക്ക് മാറി ഉള്ള വെള്ളത്തെ എത്ര മോശപ്പെട്ട വെള്ളമാണെങ്കിലും ആ വെള്ളത്തെ നമ്മൾ ലാബ് ടെസ്റ്റ് നടത്തിയാൽ അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണോ കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് ഹാനികരമായ എന്താണോ വെള്ളത്തിലുള്ളത് ആ വെള്ളത്തെ നമുക്ക് ട്രീറ്റ് ചെയ്തുകൊണ്ട് നന്നാക്കി ഏറ്റവും വെള്ളമാക്കി മാറ്റാൻ കഴിയും. അതോടൊപ്പം ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മലിനജലം. ഈ മലിനജലത്തെ
നല്ല വെള്ളമാക്കിയിട്ട് ശുദ്ധജലമായിട്ടോ അല്ലെങ്കിൽ പറമ്പൊക്കെ നനക്കാൻ പറ്റുന്ന നല്ല വെള്ളമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന STP പ്ലാന്റുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പട്ടിക്കാട് ജാമിയ യൂരിയയിൽ നമ്മൾ ഏകദേശം 70 ലക്ഷത്തോളം രൂപ ചെലവിൽ ഏകദേശം ഒരു 100 KVയുടെ പ്ലാന്റ് പൂർത്തീകരിച്ചിട്ട് ഒരുപാട് ഡയാലിസിസ് സെൻ്ററുകൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ, അതുപോലെ ഹോസ്പിറ്റലുകൾ മുഴുവൻ മലിനജലത്തെ നല്ല വെള്ളമായിട്ട് പുറത്തു വിടുന്ന സംവിധാനങ്ങൾ, ഇങ്ങനെ വലിയ പദ്ധതികളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം STP, ETP, WTP എന്നൊക്കെ പറയും, അങ്ങനത്തെ വാട്ടർ പ്യൂരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട A to Z എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം സ്വിമ്മിംഗ് പൂൾ, നമുക്കറിയുന്ന ഒരു കാലത്ത് നമുക്ക് കുളിക്കാൻ കുളവും മറ്റുമൊക്കെ നാട്ടിൽ സുലഭമായ കാലത്ത് നമ്മൾ ജീവിച്ചത് പ്രായമുള്ള ആളുകൾ. പക്ഷേ ഇന്ന് നീന്തി കുളിക്കാമെങ്കിൽ പോലും സാധിക്കാത്ത പോലെ പല വീടുകളും ഇന്ന് സ്വിമ്മിംഗ് പൂളിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്വിമ്മിംഗ് പൂൾ കൂടി നമ്മളിതിൻ്റെ ഭാഗമാണ്. സ്വിമ്മിംഗ് പൂൾ ഏറ്റവും നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കേരളത്തിലുടനീളം ബ്രാഞ്ചുകളും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ സർവീസ് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ട് JSR വാട്ടർ സൊല്യൂഷൻ ഗ്രീൻ സോളാർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെ നിങ്ങളുടെ ഭാഗത്തുള്ള സഹകരണ പിന്തുണയൊക്കെ നന്ദി അറിയിക്കുന്നതോടൊപ്പം തുടർന്നുള്ള ഞങ്ങളുടെ മുന്നോട്ടുള്ള ജൈത്രയാത്രയിൽ നിങ്ങളുടെ ഒക്കെ പിന്തുണ വേണം, നിങ്ങളുടെ ഒക്കെ സഹായസഹകരണം വേണം. നിങ്ങൾക്ക് 100% ഞങ്ങളെ വിശ്വസിക്കാം. ഏത് വർക്ക് ഏൽപ്പിച്ചാലും ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഏറ്റവും നല്ല ടെക്നീഷ്യന്മാരുടെ കൈമുതലായ കമ്പനികൾക്ക് ഏറ്റവും കുറഞ്ഞ സമയത്ത് തന്നെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയും. ഏറ്റവും ചെറുതുപോലമായ എല്ലാ പദ്ധതികളും പൂർത്തീകരിച്ച എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ പിന്തുണ വേണം. ഈ പുളിക്കൽ എന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ കമ്പനിക്ക് തീർച്ചയായിട്ടും നാട്ടുകാരായ ഞങ്ങളുടെ എല്ലാവരും സഹകരണം കമ്പനി സീനിയർ അവതാരകരാണ്. കേരളത്തിൽ അത് ഏതാണ് എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ഓഫ് ഹെൽത്ത് അവാർഡ് നേടിയ എയർപോർട്ട് കേരളത്തിലാണ്. കൊച്ചി എയർപോർട്ട്. കറക്റ്റ് ഉത്തരവ്. നല്ല ട്രാക്ക് കൊടുത്തു. അതല്ല, കൊച്ചി എയർപോർട്ടിനാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ചാമ്പ്യൻസ് ഓഫ് ഹെൽത്ത് അവാർഡ് കിട്ടിയത്. ആ അവാർഡിന് അർഹമാക്കിയ കാര്യം എന്താണ് എന്നറിയാം? സോളാറാണ്. അതായത് കൊച്ചി എയർപോർട്ട് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്നത് സോളാർ പവർ ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു കാര്യത്തിന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് കൊടുക്കുന്നത്. അവിടെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ശരിക്കും സോളാർ പവർ കൊടുത്തു എന്നതിൻ്റെ പേരിൽ എർത്തിന്റെ ചാമ്പ്യന്മാർ എന്ന അവാർഡാണ് UN കൊടുക്കുന്നത്. അപ്പോൾ സോളാറും എർത്തും തമ്മിൽ, സോളാറും പ്രകൃതിയും തമ്മിൽ വലിയ ബന്ധമുണ്ടായിരിക്കും അല്ലേ? കാരണം ഇന്ന് നമുക്കറിയാം എനർജി എല്ലാവർക്കും അനിവാര്യമാണ്. വാഹനം ഓടണമെങ്കിൽ പെട്രോൾ, ഡീസൽ ഇത് അത്യാവശ്യമാണ്. ഫോസിൽ ഇന്ധനങ്ങൾ, നമുക്ക് പലതരത്തിലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ വേണം. ഫോസിൽ ഇന്ധനങ്ങൾ തന്നെ ഉപയോഗിക്കുമ്പോൾ ആക്ച്വലി പ്രകൃതിയെ നമ്മൾ കൂടുതലായിട്ട് ചൂഷണം ചെയ്യണം അല്ലേ? അവിടെയാണ് റിന്യൂവബിൾ എനർജിയുടെ പ്രാധാന്യം. അതായത് പുതുക്കാതിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉള്ള വലിയൊരു ഉത്തരമാണ് സൂര്യൻ എന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന എന്നതാണ് വാസ്തവം. കാരണം അതിന് വേണ്ട സംവിധാനങ്ങളായി വരുന്നേ ഉള്ളൂ ആ രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ള സംവിധാനത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം. ആ ചോദ്യം സ്വയം ചോദിക്കുന്നത് കൊച്ചി എയർപോർട്ട് ചോദിച്ചു, എങ്ങനെ പ്രകൃതി ചൂഷണം കുറക്കാം. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് സോളാർ പവർ എയർപോർട്ടിൻ്റെ മൊത്തം പ്രവർത്തനത്തിന് പ്രയോജനപ്പെടുത്താമെന്നുള്ള ഉത്തരം അവർക്ക് കിട്ടുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് പലതാണ്. അതായത് പവർ ഇൻട്രപ്ഷൻ വരുന്നില്ല എന്നുള്ളതൊന്നും, ഏറ്റവും പ്രധാനമായിട്ട് മലിനീകരണം ഒരു തരത്തിലും വരുന്നില്ല. ഇങ്ങനെ ഒരു കാര്യം ലോകത്ത് ആദ്യമായിട്ട് ചെയ്തത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ നിന്ന് കേരളത്തിലാണ്, കേരളത്തിൽ നിന്ന് കൊച്ചിയിലാണ്. അത് ആണ് ലോക തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട് ചാമ്പ്യൻസ് ഓഫ് ഹെൽത്ത് എന്നുള്ള ഏറ്റവും വലിയ അവാർഡ് തന്നെ കൊച്ചി എയർപോർട്ടിന് കൊടുത്തത്. നമുക്കും നമ്മുടെ എർത്തിന്റെ ചാമ്പ്യൻസിനാകുവാനുള്ള അവസരങ്ങളുണ്ട് അല്ലേ? പലതരത്തിലല്ലെങ്കിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രകൃതിയെ നമ്മളൊക്കെ ചൂഷണം ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടും അത് വേണ്ടാന്ന് വെക്കാൻ മനുഷ്യർക്ക് കഴിയുമില്ല. പിന്നെ വലിയ തോതിൽ ഇത് ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആളുകൾ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ പെരുകുന്നത് അല്ലേ? ബൈക്കായാലും കാറായാലും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. നന്നായിട്ട് വാഹനം ഓടിക്കുന്നവർ, കൂടുതൽ ദൂരം ഓടിക്കുന്നവർ ഇലക്ട്രിക് വാഹനം എടുക്കുന്നുണ്ട്. അവിടെ ആ തോതിൽ മലിനീകരണം കുറയുന്നുണ്ട്. അവരിപ്പോൾ ഒന്നുകൂടെ ചിന്തിക്കുന്നു, നന്നായിട്ട് ഹൈബ്രിഡായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭം കൂടെ കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നു. സെല്ല് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതായത് നമുക്കും ഇതിൻ്റെ ഭാഗമാകുവാനുള്ള, പ്രകൃതിയെ സംരക്ഷിക്കുവാൻ ഉള്ള ഒരു അവസരമാണ് ഇതിലൂടെ കൈവരുന്നത് എന്നതാണ് വാസ്തവം. മലിനീകരണം
ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പലതരത്തിൽ വാഹനം ഓടിക്കുമ്പോൾ മലിനീകരണം തന്നെയാണ്. പക്ഷെ വാഹനം ഓടിക്കാതിരിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. നമ്മൾ ഏത് തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിലും അതിലൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മലിനീകരണം വരുന്നുണ്ട്. നമുക്കതിനെ പരമാവധി മിനിമൈസ് ചെയ്യാനല്ല, സോളാർ ആണെങ്കിൽ പൊല്യൂഷൻ 0. സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു മലിനീകരണവും വരുന്നില്ല അല്ലേ? സോ ചാമ്പ്യൻസ് ഓഫ് എർത്ത് എന്നുള്ള അവാർഡ് വ്യക്തിപരമായിട്ട് നമുക്ക് ആ ഒരു അംഗീകാരം മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ കൈവരുന്നത്. ഏറ്റവും അനിവാര്യമാണ് എന്ന് ഇന്ന് ഡോക്ടേഴ്സ് പറയുന്നത്. അത് വൈറ്റമിൻ ഡി കിട്ടാനല്ലേ? വൈറ്റമിൻ ഡി കിട്ടി ഉഷാറാവാനാണ് സോളാർ പവർ, സോളാർ റേഡിയേഷൻ നേരിട്ട് കൊള്ളുന്നത്. നമുക്ക് നേരിട്ട് കൊണ്ടാലും ഉപകാരം, മറിച്ച് അത് സോളാർ പാനൽ വെച്ച് കറണ്ടാക്കി മാറ്റുമ്പോൾ അതുവഴി നമുക്ക് കറണ്ട് കിട്ടുന്നു, പണം കിട്ടുന്നു. പലതരത്തിൽ ഈ സൂര്യൻ നമുക്ക് വെളിച്ചം വരുന്നുണ്ട് അല്ലേ? അത്രമാത്രം പവർ വരുന്നുണ്ട്. പക്ഷെ വരുന്നത് മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതാണ് കാര്യം. അപ്പോൾ അതിനും കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ മാൾത്തൂസിന്റെ കാര്യം. നോർമൻ ബോർലോൺ എന്നുള്ള സയന്റിസ്റ്റാണ് ഹരിത വിപ്ലവം ഇന്ത്യയിൽ അത് MS സ്വാമിനാഥനാണ് സാധ്യമാക്കിയത്. അതായത് ഏതെങ്കിലും തരത്തിലൊരു പരിഹാരം നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ ഉണ്ട്. വാക്കുകൾ മനുഷ്യന് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട്. മനുഷ്യന് വേണ്ടതെല്ലാം വേണ്ട എല്ലാവരും കൂടുതൽ മുന്നേറുന്നു എന്ന് മാത്രം. ഇതുപോലെ സോളാറിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ കുടിക്കുന്ന വെള്ളം കുറച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന് രുചിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അതായത് റിയാന്റെ ക്ലാസ് ടീച്ചർ അന്ന് ക്ലാസ്സിൽ വന്ന് സംസാരിച്ചത് വെള്ളത്തെ കുറിച്ചായിരുന്നു. നമ്മുടെ കൂടെയുള്ള മറ്റു മനുഷ്യരെ കുറിച്ച് കൂടി നമ്മൾ ഓർക്കണം. ആഫ്രിക്ക എന്ന വെള്ളത്തിനുമൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളെ കൂടി നിങ്ങൾ ഓർക്കണം മക്കളെ എന്ന് ടീച്ചർ ഇങ്ങനെ പറയും. മിഠായി വാങ്ങിക്കാൻ ചെലവാക്കുന്ന ചെറിയ നാണയത്തുമില്ലേ, ഒരു $20 ഉണ്ടെങ്കിൽ അവിടെ ഒരാൾക്ക് ഒരാഴ്ചത്തേക്ക് മരുന്ന് വാങ്ങാം. കുട്ടികളോടാണ് കേട്ടോ പറയുന്നത്. അതാ സ്നേഹവും സഹാനുഭൂതിയും അവരിൽ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിലാണ് പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. 20 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാണ് അവർ വെള്ളം എടുത്തു കൊണ്ടുവരുന്നത്. 20 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വെള്ളം കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ കാണുന്നത് എന്തായിരിക്കും? അവിടെയുള്ളൊരു കിണറിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരുന്നു എന്നായിരിക്കും പൂർണ്ണമായിട്ടുള്ള പേര്. വീട്ടിലെത്തുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ ടീച്ചർ പറഞ്ഞു കൊടുത്ത ആഫ്രിക്കയിലെ ഈ ചിത്രങ്ങളാണ്. വീട്ടിലെത്തി അച്ഛൻ മാർക്ക്, അമ്മ സൂസൻ, ഇവർ രണ്ടുപേരുടെ അടുത്തും ഇവർ കാര്യം പറഞ്ഞ് റിയാൻ പറഞ്ഞു, അമ്മേ എനിക്കൊരു $70 തരണം. $70 എന്ന് വെച്ചാൽ എത്ര വലിയ സംഖ്യയാണ് എന്ന് മനസ്സിലാക്കാനുള്ള പ്രായം ആ 6 വയസ്സുകാരനായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്ക് ആദ്യം ചിരിയാണ് വന്നത്. ഇവൻ എന്തിനായിരിക്കും $70 ചോദിക്കുന്നുണ്ട്? അപ്പോഴാണ് ഇവൻ ആഗ്രഹം പറഞ്ഞത്, എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ആഫ്രിക്കയിൽ വെള്ളം കിട്ടാതിരിക്കുന്നുണ്ടത്രേ. അവർക്കൊരു കിണർ കുഴിച്ചു കൊടുക്കാൻ $70 വേണം. ആ $70 എനിക്ക് ഒന്ന് തരാമോ? പ്രാക്ടിക്കലായിട്ടാണ് മാതാപിതാക്കൾ ചിന്തിക്കുക അല്ലേ? ഒരു കുട്ടി വെറുതെ ഇങ്ങനെ പറയുന്നതിന് ആരും പൈസ എടുത്ത് കൊടുക്കില്ല. കൊടുക്കും. വെറുതെ ഒരു $70 എന്ന് വെച്ചാൽ ഇവിടുത്തെ കണക്കിൽ ഏകദേശം 7000 രൂപയുടെ അടുത്ത് വരും. കൊടുക്കും? ഇല്ല, ഇവരും കൊടുത്തില്ല. പിന്നെയും ഇവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കി. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു 6 വയസ്സുള്ള അന്ന് തന്നെ അവൻ ജോലി ആരംഭിച്ചു. ജനലൊക്കെ തുടച്ചു കൊടുത്തു. $1 കിട്ടി. അത് കിട്ടും. പിറ്റേ ദിവസം ഇവൻ മുറ്റമടിച്ചു കൊടുത്തു. $2 കിട്ടി. അത് കിട്ടും. ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് മനസ്സിലായി ഇവൻ ആള് സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെ ഇവന്റെ പ്രവർത്തനം കണ്ട് അപ്പൂപ്പനും ഇവനോട് ചില കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ആ കായ കൊണ്ടുപോവാ, ഈ വിത്ത് കൊണ്ടുപോവാ, അതിനൊക്കെ പൈസ കൊടുക്കും. ഈ പൈസയൊക്കെ ഇട്ട് വെച്ച് $70 $70 ദിവസം ഇവൻ സന്തോഷത്തോടെ തുള്ളിച്ചാണ്. എന്നിട്ട് ടീച്ചറിന്റെ അടുത്തേക്ക് ഈ ബിസ്ക്കറ്റ് കുപ്പിയുമായിട്ട് പോകുന്നു. ടീച്ചറോട് 10ാം ക്ലാസ്സുകാരൻ്റെ പേരിൽ അയച്ചു കൊടുക്കാൻ. കിട്ടുന്ന ചെക്ക് എങ്ങനെ മാറ്റണമെന്നൊന്നും അറിയാൻ അറിയില്ല. പക്ഷെ ആ ചെക്കൊക്കെ വാങ്ങി വെക്കും. അങ്ങനെ കുറേ കാലം പരിശ്രമിച്ച്
$2000 അവൻ നേടിയെടുത്തു. അക്കൗണ്ടിൽ $2000 ഇവർ വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. ഈ $2000 അവിടെ ചെല്ലുമ്പോഴാണ് അടുത്ത പ്രശ്നം. അവർ പറയുന്നു കിണറൊക്കെ കുഴിക്കാം, നമുക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കാം. അപ്പോൾ റിയാനൊരു ആവശ്യം അങ്ങോട്ട് ഉന്നയിക്കുന്നു. എനിക്കൊരു ആഗ്രഹമുണ്ട്, അവിടെ ഒരു സ്കൂളിനടുത്ത് ഈ കിണർ കുഴിക്കാമോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടുമല്ലോ. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളെ കുറിച്ച് ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ അതിനെക്കുറിച്ച് പഠനം നടത്തുകയാണ്. അങ്ങനെ ഉഗാണ്ടയിലുള്ള അങ്കോളോ പബ്ലിക് സ്കൂളിനടുത്ത് കിണർ കുഴിക്കാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ റിയാൻ ചോദിക്കണം, എത്ര നാളുകൊണ്ട് ഇത് കുഴിച്ചെടുക്കാൻ പറ്റും? അപ്പോഴാണ് പ്രശ്നം. ആഫ്രിക്കയിൽ അന്നുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുഴിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം എടുക്കും. പിന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രില്ലർ വേണം. ഡ്രില്ലർ വാങ്ങിക്കാനാണെങ്കിൽ $30,000 ചെലവ് വരും. കുഴൽക്കിണർ കുഴിക്കുന്ന ഡ്രില്ലറാണ്. ഇവിടെ നിന്ന് അവൻ ഇറങ്ങുന്നത് അതും ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 1ാം ക്ലാസ്സുകാരൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് ഇത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാവുന്നു. സ്കൂളുകളിലൊക്കെ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുന്നു. മറ്റു സ്കൂളുകളിലും കുട്ടികൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഇത് വലിയൊരു തരംഗമായി. ഓരോ കുട്ടിയും കയ്യിൽ സൂക്ഷിച്ചു വെച്ച $1, $2 ഒക്കെ കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ $30,000 ഇവർ സംഭരിച്ച് ഡ്രില്ലർ വാങ്ങി ആഫ്രിക്കയിൽ കിണർ കുഴിച്ചു. അങ്കോളോ പബ്ലിക് സ്കൂളിനടുത്ത് കിണർ കുഴിച്ചു. ഇതിനിടയിൽ വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ടീച്ചർ ഇവരെ നന്നായിട്ട് പ്രചോദിപ്പിക്കുന്നുണ്ട്. മറ്റു സ്കൂളുകളിലൊക്കെ ഈ കാര്യം നടക്കണമല്ലോ. അങ്ങനെ ഈ ടീച്ചർ വന്നിട്ട് ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ അങ്കോളോ സ്കൂളിലെ കുട്ടികളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കണം. സൗഹൃദം സ്ഥാപിക്കണം എന്ന് പറയുമ്പോൾ അന്ന് ഫോൺ ചെയ്യാൻ കഴിയുമോ? 90s കാര്യമാണ്. മൊബൈൽ ഫോൺ ഇത്ര വ്യാപകമല്ല അല്ലേ? കത്തെഴുതണം. അങ്ങനെ അവർ കത്തുകൾ എഴുതി പരസ്പരം സംസാരിക്കുകയാണ്. അങ്ങനെ ജിമ്മി എന്നുള്ള നല്ലൊരു കൂട്ടുകാരനെ കിട്ടുന്നുണ്ട് റിയാന്. ജിമ്മിയായിട്ട് നല്ല സൗഹൃദമാകുന്നു. ജിമ്മി ഇവനെ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയും, ഞാൻ കുറച്ച് കഴിയട്ടെ, കുറച്ച് വലുതായിട്ട് ഒരു 12 വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ വരും. അങ്ങനെ പറഞ്ഞതുപോലെ ഇവൻ 6ാം വയസ്സിലാണ് ഈ പരിശ്രമമൊക്കെ തുടങ്ങുന്നത്. 12ാം വയസ്സാകുമ്പോഴേക്കാണ് ഈ പരിശ്രമം ഫലത്തിലെത്തുന്നത്. അങ്ങനെ ആ സമയത്ത് വലിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് പാരൻസും റിയാനും അങ്കോളോ പബ്ലിക് സ്കൂളിലോട്ട് എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ ആളുകൾ വാഹനത്തിൽ ഇങ്ങനെ റിയാൻ പോകുമ്പോൾ വലിയൊരു ഹീറോയെ പോലെ സ്വീകരിക്കുന്നുണ്ട്. കുട്ടികളിങ്ങനെ കൈകൊട്ടി റിയാൻ റിയാൻ എന്ന് ആർത്തി വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് റിയാൻ അവിടെയുള്ള ആളുകളോട് പറയുന്നുണ്ട്, ഇവർക്ക് എൻ്റെ പേരറിയാം, അച്ഛനോടും അമ്മയോടൊക്കെ സന്തോഷത്തോടെ പറയാം. അപ്പോൾ അവിടെയുള്ള ആളുകൾ തിരിച്ചു പറയുകയാണ്, ഇവർക്ക് മാത്രമല്ല ഈ നാടിന് മൊത്തം ഇപ്പോൾ നിന്റെ പേരറിയാം. അങ്ങനെ നടന്നു ചെന്നവർ കാണുന്നത് ആ സ്കൂളിൽ ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്. ആ കിണറിൻ്റെ അവിടെ വലിയൊരു ബോർഡുണ്ട്. ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട് റിയാൻസ് വെൽ, റിയാൻ്റെ കിണർ, സ്പോൺസർഡ് ബൈ റിയാൻ ടെൽജാക്ക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കിണറിൽ അവർ വെള്ളം കുടിക്കുന്നു. വെള്ളം കുടിച്ചു അവർ സന്തോഷത്തോടെ ആ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. പിന്നീട് ഈ കുട്ടി ഒന്നുകൂടെ മുതിരുകയാണ്. ഈ സമയത്ത് ഇവർ ആഫ്രിക്കയിൽ അങ്ങോളം ഇങ്ങോളം നിരവധി കിണറുകൾ കുഴിച്ചു കൊടുത്തു. വെള്ളം മലിനീകരിക്കപ്പെടുന്നത് എത്രമാത്രം പ്രശ്നമാണെന്ന് ചിന്തിച്ചപ്പോൾ ഒരുപാട് പൗരങ്ങളുണ്ടായി. ചെറിയ വിൽപ്പനികൾക്കാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഈ ഉത്സവാറിൻ്റെ പേരിലും ലൈഫിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു.